ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ട്രാവലിംഗ് വ്ളോഗ് തന്നെ, പതിവ് പോലെ തന്നെ ട്രാവലിംഗ് ആണ്. അപ്പോൾ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോവാണ്. കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ അവിടെ നിന്ന് ആകെ നടക്കാവുന്ന ദൂരമുള്ളൂ ശരിക്കും. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ പോയ കാരണം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. അധികം നേരം ഒന്നും എടുത്തില്ല, ഒരു 10 മിനിറ്റ് ഡ്രൈവ് അത്രേ ഉണ്ടായുള്ളൂ അവരുടെ അവിടെ നിന്ന് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്ന് അവിടേക്ക് കാണിക്കണത് 25 മിനിറ്റ്സോളം ആണ് ദൂരം കാണിക്കണം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പോണത്. അപ്പം ഞാൻ ചോദിക്കായി നമ്മളെങ്ങടെ പോകണേ, അപ്പോൾ പേപ്പയുടെ വീട്ടിലേക്ക് പോകണേന്ന് പറഞ്ഞ് നമ്മൾ ഏതിലാണ് പോവുക, വെള്ളക്കാറിലാണ് പോവുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും നമ്മൾ എങ്ങടെ പോണേന്ന്. ഇത് നാളൊന്നായിട്ടില്ല, ഈ ഇയറിൽ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്ത് നോക്കണേ, ഫെബ്രുവരിയിൽ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇങ്ങനെ നടന്ന് വരാണ്, സ്പോട്ടിലേക്ക് വരാണ് കേട്ടോ, നമ്മുടെ കനാലിലേക്ക് വരാം. ഫ്രീ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കസിൻ്റെ വൈഫും. ഇവരുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വന്ന് നോക്കുന്നത്. ഇവർക്ക് ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ, ഇവിടെ അടുത്താണ്. നമ്മൾ ഉണ്ണികളെ സ്ട്രോളറിലാക്കിയിട്ടുണ്ട്. അവൻ യോ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചവരോട് വീഡിയോയിൽ കാണിച്ച കുഴപ്പമുണ്ടോ, ബാക്കും ഫ്രണ്ടൊക്കെ ചിലപ്പോൾ പെടും, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് യോ എന്ന് കാണിച്ചതാണ് കേട്ടോ അത്. ഓക്കെ, കണ്ട സൺസെറ്റിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയത്. ഈവനിങ് ടൈമിൽ നല്ല ബെസ്റ്റ് ഓപ്ഷനാണിത്. നമ്മൾ ജോഗിങ്ങിനായാലും വെറുതെ നടക്കാൻ വന്നാലും, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലീസായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ, ഈവനിങ്ങിൽ വന്ന് ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇവർക്ക് കുറേ നടക്കാനുള്ള കാരണം ഞങ്ങൾ സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രോളർ എടുത്തിട്ട് അവരതിൽ വെച്ചു. പക്ഷേ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇറങ്ങി ഓടി നടക്കണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇറക്കിയായിരുന്നു കേട്ടോ. ഓടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു, വേറെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, വയ്യാത്തോട്ടെ പോലെ എത്ര നേരം വെച്ചിട്ട് വണ്ടിയിലിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന് കണ്ടോട്ടെ, എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇത്തിരി കഴിയുമ്പോൾ ഞങ്ങൾ ഇറക്കി വിടും. വെള്ളത്തിൻ്റെ അടുത്തുകൂടെ നമുക്കിങ്ങനെ നടന്ന് പോകാനായിട്ട് പറ്റും. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം ചൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ സമയത്ത് നല്ല കാം ആൻഡ് ക്വൈറ്റാണ് ഇവിടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല കാണാനും ആയാലും നല്ല രസമായിരുന്നു. വീഡിയോയിൽ എത്രമാത്രം അത് പകർത്താൻ പറ്റി എനിക്കറിയില്ല, അത്രയും നല്ല രസമായിരുന്നു. നല്ല ഫീൽ ഗുഡ് എന്ന് പറയില്ലേ, അതുപോലെ കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. ഇവിടെ അടുത്ത് താമസിക്കണവർക്കൊക്കെ ഈവനിങ്ങും വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യാനായാലും ജോഗിങ് ചെയ്യാനായാലും വെറുതെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിരിക്കാനായാലും നല്ല രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കാൻ, പക്ഷെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അത് നടക്കണത് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. നല്ല രസത്തിൽ എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റി. അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നല്ല ഓപ്ഷനാണ് എല്ലാവർക്കും ആയാലും. ഷാർജയിലുള്ളവർക്ക് പ്രത്യേകിച്ച്, ദുബായിലുള്ളവർക്കായാലും കുഴപ്പമൊന്നുമില്ല, അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ ഷാർജയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. ഈ ഏരിയകളൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ച് നോക്കണേ, നല്ല നല്ല സൂപ്പറാക്കിയിട്ട് തന്നെയാണ് ഇതാക്കി നോക്കണം.
അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഏരിയയിലെത്തി പിന്നെ അപ്പൂസിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പൂസ് അങ്ങോട്ട് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി മറഞ്ഞ് അതിൽ ഇതായിട്ടേ അവനടങ്ങും. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വെള്ളത്തിൽ പോകണം, ഡ്രസ്സ് മാറ്റി തരാൻ പറഞ്ഞിട്ട് ബനിയനൊക്കെ പൊക്കി തുടങ്ങി. അപ്പോൾ എന്തായാലും ഞങ്ങളാണെങ്കിൽ ബീച്ച് ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു കനാലെ കൂടെ ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെയോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് കണ്ടപ്പോൾ പിന്നെ കുട്ടിക്ക് ഇറങ്ങാണ്ട് വയ്യ. ഞങ്ങളാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇതേ ബനിയൻ ഊരാൻ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ബനിയൻ ഇതേ പൊക്കി തുടങ്ങിയിട്ടുണ്ട് ബനിയൻ ഊരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ ബനിയൻ ഡ്രസ്സ് ഊരി കൊടുത്ത് ഇറക്കി. പിന്നെ അത് കാണിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല. മൊത്തം ഒന്നുമില്ലാണ്ടാണ്, ന്യൂഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ രണ്ടുപേരും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം ബീച്ചിൻ്റെ മറ്റ് സൈഡും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നോക്കി പല ഷേപ്പിലുള്ള കല്ലുകളൊക്കെ കണ്ടു ഞാൻ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇത്തിരി നല്ല വെള്ളമാണ് കേട്ടോ, ക്ലിയർ വാട്ടർ പോലെയാണ്. കാരണം കല്ലൊക്കെ കണ്ടത് നന്നായി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അടിയിൽ. നല്ല ഭംഗിയാട്ടാ കല്ല് കാണാൻ. ഒരു ലവിൻ്റെ ഷേപ്പിലുള്ള ഒരു കല്ലൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കടലൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഈ ടൈമായിട്ടോ, നൈറ്റായി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓണാക്കി അവർ. അപ്പോൾ വേറെ തരം വൈബാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, വാം ലൈറ്റാണ് മൊത്തം. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത്തിരി കൂടി ഇരുട്ടാവുമ്പോൾ ഒന്നുകൂടി ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ആദ്യം നമ്മൾ അടിയക്കോടയല്ലേ പോയി. അടിയക്കോടെ പോകുമ്പോൾ ബീച്ച് സൈഡ് നമ്മൾ എന്നിട്ട് ഇങ്ങനെ നേരെ നടക്കാൻ കുറേ ഉണ്ട്. അപ്പം രണ്ട് ഭാഗത്തും വെള്ളമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ.
വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.